السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവരുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുപത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു ഖബറിലെ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിലവരുടെ ഖബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, അൽ മവാഹിബുൽ ജലിയ, മഹാനായ തഴവ ഉസ്താദ് രചിച്ച അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ആദാബുൽ മസാജിദ് എന്നതിൻ്റെ 12ാമത്തെ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. അള്ളാഹു മഹാനായ തഴവ ഉസ്താദിന് സ്വർഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അനുഗ്രഹിപ്പിക്കട്ടെ. സാധുക്കളായ നമ്മെയും അവരോടൊപ്പം നാളെ അള്ളാഹു അതിലേക്ക് ചേർക്കുകയും ചെയ്യട്ടെ. കരയുന്നതും ഒരു ദിവസമല്ലത് 40 എന്നിബിനും അബ്ബാസ് എന്നവര് പറയുന്നതാ. നമ്മൾ പള്ളിയിൽ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഭാഗത്തിൽ. എന്നാൽ ആ സ്ഥലം കരയുന്നത് ഒരു ദിവസമല്ല, പിന്നെയോ 40ഓളം ദിവസങ്ങൾ നമ്മളുടെ പാപമോചനത്തിന് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഗുണത്തിന് വേണ്ടി, നമ്മുടെ ഖൈറിന് വേണ്ടി ആ സുജൂദ് ചെയ്ത സ്ഥലം കരഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നവർ പറയുന്നു. ഇത് ഇഹ്യ 1 നോക്കിയാൽ കാണുന്നതാ, 111 പറഞ്ഞിരിക്കുന്നതാ. അപ്പോ പള്ളിയിലെ നിസ്കാരം എത്രത്തോളം ഫളിലായതാണ്, ശ്രേഷ്ഠമായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സുജൂദ് ചെയ്യുന്ന സ്ഥലം എവിടെ നിസ്കരിച്ചാലും പള്ളിയിലാണെങ്കിൽ ശ്രേഷ്ഠത, വേറെ സ്ഥലത്ത് നിസ്കരിച്ചാലും നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുന്ന സ്ഥലം നമുക്ക് വേണ്ടി 40ഓളം ദിവസം നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നോക്കുക. എത്ര സ്ഥാനമാണ് ഇരിക്കുന്നത്. ഈ ഭൂമിയിൽ വസിക്കുന്നവർക്ക് നുജൂമുകൾ ലംഘും ക്രമം മഹലുസമാഇനി പള്ളികൾ എന്നും ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. അത് സ്വാബി 3:107 വന്നതാ. ഭൂമിയിൽ വസിക്കുന്നവർക്ക് നക്ഷത്രങ്ങൾ ഏത് രീതിയിൽ തിളങ്ങുന്നുവോ അതേ പ്രകാരം ആകാശവാസികൾക്ക് പള്ളികൾ തിളങ്ങുന്നതാണ്. ആകാശവാസികളാരാ? മലക്കുകൾ. അപ്പോ ഭൂമിയിൽ നിൽക്കുന്ന നമുക്ക് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടാൽ എന്ത് രസമായിരിക്കും കാണാൻ, ലംഘി പ്രകാശിക്കുന്നത് കാണാൻ, കത്തി നിൽക്കുന്നത് കാണാൻ. അതേ പ്രകാരമാണ് ഭൂമിയിലുള്ള പള്ളികൾ. ആകാശ ലോകത്ത് വസിക്കുന്നവർക്ക് അതേപോലെ പ്രകാശത്താൽ കാണാൻ കഴിയും. അപ്പോൾ ഒരു പള്ളി ഒരു പ്രദേശത്ത് വെച്ചാൽ ആ പള്ളിയുടെ പ്രകാശം ആകാശ ലോകത്ത് നിൽക്കുന്ന ആൾക്കാർ, വാനലോകത്ത് നിൽക്കുന്നവർക്ക് കാണാൻ കഴിയുമെന്നർത്ഥം. അപ്പോ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ നിസ്കരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ മക്കൾ, വളർന്നു വരുന്ന മക്കൾക്ക് ഖൈറിന് വേണ്ടി ഒരു പള്ളി വയ്ക്കുന്നതിന് ഭൂമി നൽകുകയും അതിനുവേണ്ടി എല്ലാവരും കൂടെയോ അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടെയോ ഒരു പള്ളി പണിതാൽ അതിൻ്റെ പ്രതിഫലം വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ മരണപ്പെട്ടു പോയാലും നമ്മൾ ഖബറിൽ കിടക്കുമ്പോഴും ആ പള്ളി പണിതതിൻ്റെ, അതുപോലെ ഇപ്പം ദീനീ സ്ഥാപനങ്ങൾ പണിതതിൻ്റെ കൂലികൾ നമ്മൾക്ക് നമ്മുടെ ഖബറിൽ അത് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ മുൻഗാമികൾ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവരൊക്കെ കൂടി ശ്രമിച്ചത് കൊണ്ടാണല്ലോ ഇന്ന് നമ്മൾ ജുമുഅ നിസ്കരിക്കുന്ന പള്ളികളും മറ്റും ഉണ്ടായത്.
അവരാരും അതിനുവേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ ആ സ്ഥലമൊക്കെ വെറുതെ കടന്നേരായിരുന്നു. പക്ഷേ അന്ന് അവർ ചിന്തിച്ചതെന്താ? ഞങ്ങൾ പോയാലും ഞങ്ങളുടെ കാലശേഷം വരുന്നവർ ഇബാദത്ത് ചെയ്താൽ അതിൻ്റെ കൂലി ഞങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് അന്ന് ജീവിച്ചിരിക്കുന്ന ഉമ്മമാർ അവരുടെ ആഭരണങ്ങളൊക്കെ ഊരി വഅദ് സദസ്സിൽ, പള്ളിക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, കോളേജുകൾക്ക് വേണ്ടി വഅദ് പറയുന്ന സദസ്സിൽ അവർ മറ്റൊന്നും ചിന്തിക്കാതെ ആഭരണങ്ങളൊക്കെ ഊരിക്കൊടുത്ത്, സമ്പത്തുകളൊക്കെ കൊടുത്ത് ഇന്ന് നാം കാണുന്ന പള്ളികളും മദ്രസകളും ദീനീയ സ്ഥാപനങ്ങളും അവർ പടുത്തുയർത്തിയത് അവർക്ക് അതിൻ്റെ കൂലി കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അത്തരം ദാനധർമ്മങ്ങൾ നൽകിയ എല്ലാ ഉപ്പമാർക്കും മുൻഗാമികളായ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം അവരെ ഖബറിൽ എത്തിക്കട്ടെ. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കന്മാർ അവരൊക്കെ ദീനിന് വേണ്ടി ചെയ്ത ഖിദ്മത്തുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ അവസരമാണ്. നമ്മുടെ അവസരം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നത് നമ്മളാണ്. ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്യുന്ന ഗുണങ്ങൾ നാളെ നമ്മൾ മരണപ്പെട്ട് ഖബറിലാകുമ്പോൾ അതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. സമ്പത്ത് കുമിഞ്ഞു കൂടിയവർ പോലും ആ സമ്പത്തിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന രംഗമാണ്. ഒരു പൈസ പോലും ഇത്തരം സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ കൊടുക്കാൻ കൂട്ടാക്കാതിരിക്കുന്നവർ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ, സമുദായത്തിൽ. എന്നാൽ ചിലരുടെ അപരാധികളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞാൽ, കേട്ടാൽ മനസ്സലിഞ്ഞുകൊണ്ട് നാം പ്രതീക്ഷിക്കാത്ത നിലയിൽ സഹായം ചെയ്യുന്നവരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അവർക്ക് അവരുടെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, അനുഗ്രഹം ചെയ്യട്ടെ. അള്ളാഹു അവരുടെ കുടുംബജീവിതം ധന്യവും സന്തോഷത്തിലുമാക്കട്ടെ. മക്കളെയൊക്കെ നല്ല നിലയിൽ ഉന്നതമായ ദർജയിൽ അള്ളാഹു എത്തിക്കട്ടെ. ഭൂലോകത്താദ്യം വന്ന മസ്ജിദ് കഅബമാ എന്നാല ഇമ്രാൻ സൂറത്തിൽ അത് വ്യക്തമാ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. സൂറത്ത് ആലിമ്രാനില് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ആദ്യം വന്നത് മസ്ജിദുൽ ഹറാമിലുള്ള മസ്ജിദുൽ ഹറാമാണ്, പള്ളി, മക്കത്തെ പള്ളിയാണ്. അള്ളാഹു ആദ്യമായി പടുത്തുയർത്തിയ കഅബാലയം ഉൾക്കൊള്ളുന്ന പള്ളി, ആദ്യത്തെ പള്ളി മക്കത്തെ പള്ളിയാണ് എന്ന് വന്നിരിക്കുന്നു. ആദ്യ പള്ളി, അള്ളാഹുവിന് ആരാധനാകർമ്മം ചെയ്യുന്നതിന് വേണ്ടി പടുത്തുയർത്തപ്പെട്ട പള്ളി. സൂറത്ത് ആലിമ്രാനിൽ അത് വന്നിരിക്കുന്നു. ആ പള്ളിയിൽ ആരൊക്കെ പോയി നിസ്കരിച്ചിട്ടുണ്ട്? ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ പ്രവാചകന്മാരും ആ പള്ളിയിൽ പോയി ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം ശ്രീലങ്കയിൽ നിന്ന് കേരളം വഴി നടന്നുപോയ ചരിത്രങ്ങൾ നമുക്കറിയാം. അവരുടെയൊക്കെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ അടയാളപ്പെടുത്തലുകൾ ഇന്നും അത് അവശേഷിക്കുന്നു. കോഴിക്കോട് പാറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ആ പാറയിൽ ആദം നബി അലൈഹി സ്വലാമിന്റെ കാൽപാദം പതിച്ചിട്ടുണ്ട് എന്ന് ചരിത്ര പണ്ഡിതകൾ പറഞ്ഞു തരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പോ നടന്ന് ഹജ്ജിന് പോയിട്ടുള്ളവർ, മറ്റ് ഉംറയ്ക്ക് പോകുന്നവർ, മറ്റ് ഇബാദത്തുകൾക്ക് പോകുന്നവർ, കോടാനകോടി ജനങ്ങളാണ് ഇന്ന് കഅബാലയവും മസ്ജിദുൽ ഹറാമും ഒക്കെ കണ്ടിട്ടുള്ളത്, ഇബാദത്ത് എടുത്തിട്ടുള്ളത്. അള്ളാഹു ആ ചെയ്ത ഇബാദത്തുകൾക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. കാണാത്തവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തുവാനും ഉംറയും ഹജ്ജും നിർവഹിക്കുവാനും തവാഫ് ചെയ്യുവാനും അമലുകൾ ചെയ്യുവാനും ഹജറുൽ അസ്വദ് ചുംബിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആൾക്കാർ പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടല്ലേ? പോകാൻ മനസ്സുകൊണ്ട് ആഗ്രഹം പ്രകടിപ്പിക്കുക, റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരു അവസരം നമ്മൾക്ക് കിട്ടും, കിട്ടാതിരിക്കുകയില്ല. തൗഫീഖ് നൽകട്ടെ അല്ലാഹു തആല. ചലിക്കാത്തതന്നാദ്യം മുതൽ അന്ത്യം വരെ ഇരിക്കുന്നതായ ഖവാഇദാണത് ലോകരെ. പൊളിക്കാൻ ശ്രമിച്ചാൽ ഏവനും തുലയ്ക്കപ്പെടും. സൂറത്തു ഫീൽ നീ ഓതിയാൽ നെടുവേപ്പെടും.
ഇരിക്കുന്നതായ ഖവായിദയാണ് ലോകരി. അത് അന്ത്യം വരെ, ഖിയാമത്ത് നാൾ വരെ പള്ളി പണിതാൽ അത് അന്ത്യം വരെയും അതിൻ്റെ അടിസ്ഥാനം, ഫൗണ്ടേഷൻ പള്ളിയായിട്ട് തന്നെ നിലനിൽക്കും. പക്ഷേ പൊളിക്കാൻ ശ്രമിച്ചവർ ഏവനും തുലയ്ക്കപ്പെടും. എത്ര വലിയവരാണെങ്കിലും ശരി, അധികാരത്തിന്റെ ഹുങ്കിൽ, അധികാരത്തിന്റെ മറവിൽ പോലീസിന്റെയും പട്ടാളത്തിന്റെയും സഹായത്തോടുകൂടി ധിക്കാരികൾ അള്ളാഹുവിന്റെ ഭവനങ്ങൾ, അതുപോലുള്ള സ്ഥാപനങ്ങൾ പൊളിക്കുന്നവന്മാർ തുലയ്ക്കപ്പെടും, നശിച്ച് നാമാവശേഷമാക്കപ്പെടും. മനസ്സിലാക്കിക്കൊള്ളുക. അള്ളാഹുവിന്റെ ഭവനങ്ങൾ നശിപ്പിക്കുന്നവർ, അതിന് സഹായം ചെയ്യുന്നവർ പോലീസിന്റെയും പട്ടാളത്തിന്റെയും സഹായത്തോടു കൂടെ ആണെങ്കിലും ധിക്കാരികൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്യപ്പെടുന്നവർ, ചെയ്തു കൊടുക്കുന്നവരൊക്കെ നശിച്ച് നാമാവശേഷം തുലയ്ക്കപ്പെടും. അൽഫീൽ എന്ന സൂറത്ത് ഓതിയാൽ അബ്രഹത്തിന് വന്ന സംഭവം, ആനക്കലഹ വർഷം, അതൊന്ന് ഓർത്ത് സ്മരിച്ചാൽ മതി. കഅബാലയം പൊളിക്കാൻ വന്ന അബ്രഹത്തിനും കൂട്ടർക്കും എന്ത് സംഭവിച്ചു എന്ന് ആ ചരിത്രം ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. അധികാരമുണ്ട്, പവറുണ്ട്, എല്ലാമുണ്ട്. അള്ളാഹുവിന്റെ ഭവനങ്ങൾ പൊളിക്കാം. ദീനീ സ്ഥാപനങ്ങൾ, വർഷങ്ങൾ കൊണ്ട് ദീനീ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, 400 വർഷം 500 വർഷം ദീനിന്റെ സ്ഥാപനങ്ങളായി നടന്നിട്ടുള്ളത്, പള്ളികൾ, മദ്രസകൾ, കോളേജുകൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യനിഷേധികൾ, ധിക്കാരികൾ, അവർ അബ്രഹത്തിന്റെ ആനക്കലഹം, ആ ആനപ്പടയ്ക്ക് സംഭവിച്ചത് എന്ത് എന്ന് സൂറത്ത് ഫീൽ എന്ന് പറയുന്ന ഒരു ഖുർആൻ അധ്യായമുണ്ട്, ചെറിയ ഒരു സൂറത്ത്. അതൊന്ന് പാരായണം ചെയ്തതിന്റെ അർത്ഥം ഒന്ന് ഗ്രഹിച്ചു നോക്കിക്കോളി. ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് എല്ലാവിധമായ സഹായം കിട്ടും. പട്ടാളത്തിൽ നിന്നും, ഭരണീയരിൽ നിന്നും, ഭരണകർത്താക്കളിൽ നിന്നൊക്കെ ഭരണത്തിന്റെ ഹുങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. പക്ഷേ ഈ ലോകത്ത് നിന്ന് നിങ്ങൾ ചത്തൊടുങ്ങി ദുർഗന്ധം വമിക്കുന്നവരായിട്ടും നിങ്ങളെ പോയിക്കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ, പരലോകത്ത് കത്തിജ്വലിക്കുന്ന നരകക്കൊണ്ടിൽ കിടന്ന് നിങ്ങൾ അലിഞ്ഞ് ചേർന്ന് വെന്ത് ഉരുകി നശിച്ചു പോകുന്ന ഒരു സമയം നിങ്ങൾക്കൊക്കെ വരാനിരിക്കുന്നു എന്ന് അത്തരം ധിക്കാരികൾ, അഹങ്കാരികൾ, മസ്ജിദുകൾ തകർക്കുന്നവർ, അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ, ദീനീ കലാലയങ്ങൾ, സ്ഥാപനങ്ങൾ, കോളേജുകൾ, മദ്രസകൾ പൊളിച്ചടുക്കുന്നവർ ചിന്തിച്ചു കൊള്ളുക. മനസ്സിലാക്കോ? അധികാരത്തിന്റെ ഹുങ്കിൽ നിങ്ങൾക്ക് ഇന്നെല്ലാം ചെയ്യാം. പക്ഷേ നാളെ വരാനിരിക്കുന്ന ദിവസം നിങ്ങൾ വിരൽ കടിക്കും എന്ന് അത്തരക്കാരോട് സാഹചര്യം അനുസരിച്ചുകൊണ്ട് സാന്ദർഭികമായി ഉണർത്തുന്നു. സത്യവിശ്വാസികൾ നമ്മൾ മരണപ്പെട്ടു പോയാലും നമ്മൾക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന മസ്ജിദുകൾ, ദീനീ കലാലയങ്ങൾ, സ്ഥാപനങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധ പുലർത്തണം, സഹായം ചെയ്യണം. സാമ്പത്തികമായ സഹായമില്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടൊക്കെ സഹായം ചെയ്തുകൊണ്ട് അത്തരം സംരംഭങ്ങളിൽ പങ്കാളികളെ കാണണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അല്ലാഹു തആല നമ്മൾ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയ പിഴവുകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ സ്വാധീനങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും കുടുംബസമേതം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കടമകളും കടപ്പാടുകളും പരിപൂർണമായും വീട്ടിക്കൊണ്ട് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ചുകൊണ്ട് മരണം ഖൈറാകുന്ന ദിവസം വെള്ളിയാഴ്ച രാവിലെ ആക്കി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുത്തനബിയെ കണ്ടുകൊണ്ട് അഹ്ലുകാരെ, കുടുംബക്കാരെ അടുത്ത് വെച്ച് മനസ്സമാധാനത്തോടും ശാന്തിയോടും മരണപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയം നമ്മളെ മദീനയിൽ എത്തിക്കട്ടെ. മദീനയിൽ മരണപ്പെട്ട് ജന്നത്തുൽ ബഖീയിൽ ഖബറടങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. റബീഉൽ അവ്വൽ മാസം പിറന്നു. മുത്തനബിയെ ഓർക്കുക, സ്വലാത്ത് ചൊല്ലുക, മറ്റ് മദ്ഹുകൾ പാടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.